ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ അവസാനത്തെ ഈ സെക്സ് ചെയ്യുമ്പോൾ ഒരു എൻഡില് ആ ഒരു സെക്ഷൽ പ്ലഷർ, ആ ഒരു മൂർധന്യ അവസ്ഥയിൽ ഓർഗാസത്തില് മരിച്ചു പോയൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർഗാസം ചെയ്തിട്ട് മരിച്ച ആളുകളുണ്ടോ? ഓർഗാസം ഏത് രീതിയിലുള്ള ഓർഗാസമാണ് അവർ അത് ഓർഗാസത്തിൽ എത്തിക്കാൻ ചിലരും എല്ലാവരും ഒരേപോലെ അല്ല മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലർ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളിൽ അവർക്ക് ഒരു പെൺകുട്ടി പെയിൻ കിട്ടിയാൽ മാത്രം അവർക്ക് ഓർഗാസം വരുള്ളൂ. ആ ചില പുരുഷന്മാരിൽ സാഡിസ്റ്റുകളുണ്ട്. ഈ സാഡിസ്റ്റുകളായ പുരുഷന്മാരെ അവർക്ക് സ്ത്രീ കരയുന്നത് കണ്ടാൽ മാത്രം അവർക്ക് ഒരു ഇറക്ഷൻ കിട്ടുള്ളൂ. ആ ഇറക്ഷൻ കിട്ടിയാലാണ് അവർക്ക് ആ പ്ലഷറിലേക്ക് വന്നിട്ട് ഓർഗാസം. എത്ര മോർ സ്ത്രീയെ കരയിപ്പിക്കുന്നോ അല്ലാതെ യാതൊരു നോർമൽ രീതിയിൽ അവർക്ക് ഫീല് വരില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഓർഗാസം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അപകടകരമായ രീതിയിലുണ്ട്. ചിലർ കണ്ടിട്ടില്ലേ, ഇപ്പം ഈ BDSM എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അതിൽ മാത്രം ഓർഗാസം കിട്ടുന്നവരുണ്ട്. അതെല്ലാം ഒരു ഡെഡ്ലി ഗെയിമുകളാണ്. അതിന് വേറെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ശ്വാസം മുട്ടിച്ച് ഓർഗാസം അനുഭവിക്കുന്നവരുണ്ട്. സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതായത് അവർ ഒരു പില്ലോ സ്വന്തം പാർട്ട്ണറോട് പറയും, ഒരു പില്ലോ എടുത്തിട്ട് ശ്വാസം മുട്ടിക്കാൻ പറയും, അല്ലെങ്കിൽ കഴുത്തിൽ ഞെക്കി ശ്വാസം മുട്ടിക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഒരു പീക്ക് ടൈം ആകുമ്പോൾ കൈ വിടാൻ പറയും. കാരണം അവർക്ക് ഓർഗാസം കിട്ടിക്കഴിയുമ്പോൾ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അതായത് ഈ ഓർഗാസം കിട്ടുന്ന അവസ്ഥയിൽ അപ്പോഴേക്കും അതിൻ്റെ ഒരു ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. അതായത് നമുക്ക് ഹൈപ്പോക്സിയയിൽ എത്തുമ്പോൾ ഓക്സിജൻ വളരെ കുറഞ്ഞ സമയത്ത് നമുക്കൊരു ഭ്രമമാണ് അനുഭവിക്കുന്നത്. ആ സമയത്ത് അതിലൂടെ ഓർഗാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതുപോലത്തെ ഓർഗാസം ഡേഞ്ചറാണ്. അത് കുറച്ച് റെയർ കേസുകളിലുള്ളൂ, കോമൺ അല്ല. ഡോക്ടറുടെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ശ്വാസം മുട്ടിച്ച് ഓർഗാസം അനുഭവിക്കുന്ന വ്യക്തികൾ വന്നിട്ടുണ്ട്. ആ പ്രാക്ടീസ് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. പെയിൻ കിട്ടിയിട്ട് ഓർഗാസം അനുഭവിക്കുന്നവരുണ്ട്. അതേ സെക്ഷൽ അവരെന്താ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ട്ണറെ വിട്ടിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട്ണറുടെ കൂടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സ്വന്തം പാർട്ട്ണർക്ക് ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നോ അവരുടെ കൂടെ പോയിട്ട് അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. രണ്ടുപേരും സാഡിസ്റ്റുകളാണെങ്കിൽ അവർ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫാമിലി ലൈഫിൽ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. രണ്ടുപേരും സാഡിസ്റ്റുകളെ കിട്ടാറില്ല. പക്ഷെ പാർട്ട്നേഴ്സ് അവർ കണ്ടുപിടിക്കാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ രണ്ടുപേർക്ക് അങ്ങനെ സാഡിസ്റ്റ് ഈ ഒരു പെയിൻ കൊടുത്തുകൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്.